ജർമ്മനിയിൽ 6 ദിവസം പണിക്ക് പോയിട്ട് ഒരു ദിവസം ഞായറാഴ്ച ലീവ് കിട്ടുമ്പോൾ നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? നന്നായിട്ടാണ് ഉറങ്ങൂലേ? ഞാനാണെങ്കിൽ മുടി വെട്ടണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. പക്ഷെ ഇന്ന് ഞായറാഴ്ച കൊണ്ടായത് നടക്കൂല. പിന്നെ അമ്മക്ക് എന്തിനാ പേടി, അപ്പുറത്തെ റൂമിൽ തന്നെ നമ്മളെ ചങ്ങായി ഉണ്ടല്ലോ. അങ്ങനെ മുടിയൊക്കെ വെട്ടി റൂമൊക്കെ ക്ലീൻ ആക്കി ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റി സെറ്റായി. കാരണം എന്താ വെച്ചാൽ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ റൂമൊക്കെ വരുന്നുണ്ടെന്ന്. സാധാരണ ഞാൻ അങ്ങോട്ട് പോകാന്നല്ലാതെ ഓലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ബോറടിച്ച് തീരാനിരുന്നൊരു ദിവസം ബല് വന്നപ്പോൾ തന്നെ അങ്ങോട്ട് ഓണായി. ഞാൻ എൻ്റെ റൂം അങ്ങനെ അധികം ഡെക്കറേറ്റും ചെയ്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ റൂമിൽ വെക്കാൻ എനിക്കൊരു സാധനം കൊണ്ടുവന്ന് കിടന്നത്. എനിക്ക് നല്ല ലൈക്ക് ആയിട്ടോ. പിന്നെ ആര് വന്നാലും നൈസ് വ്യൂ ആയതുകൊണ്ട് നമ്മളെ വിൻഡോ ഒന്ന് നോക്കി നോക്കൂട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റാണിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നമുക്ക് മീൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കി തന്നെ. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ എന്തായാലും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ നേരത്തെ കരുതിനി. ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ആണ് ഗൈസ്. എന്നിട്ട് ഞാൻ തന്നെ ചായ ഉണ്ടാക്കി കുടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഗൈസ് ഇവിടെ വന്നിട്ടുള്ളത്. റാണിയോളെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ കൊടുത്തിട്ടു. ഞാൻ എല്ലാവരും കണ്ടു വർച്ചാനും വർത്താനൊക്കെ പറഞ്ഞു. ജോയി ആണെങ്കിലും എന്തെങ്കിലും മിഞ്ഞാന്നും ബാഴ്സലോണയിലൊക്കെ പോയി ബാഴ്സലോണന്റെ സ്റ്റേഡിയം ഒക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഞാൻ ജർമ്മനിക്ക് വരുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തതുകൊണ്ട് എനിക്ക് വല്ലപ്പം കൂടാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ച് മിച്ചറും ചിപ്സൊക്കെ പൊട്ടിക്കാൻ. അപ്പോൾ ഇവര് വരുമ്പോൾ അതങ്ങോട്ട് പൊട്ടിക്കാൻ ഞാൻ വിചാരിച്ചിനി. അങ്ങനെ ഒരു 1-2 മണിക്കൂർ ചായയൊക്കെ കുടിച്ച് നാട്ടുവർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഗൈസ് ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫേവറേറ്റ് ഗെയിമാണ്. ഇവൻ ഈ ഒളിച്ചു വെച്ചാണ്ട് ഈ കാണിച്ചു തരുന്ന ഗെയിം ഏതാണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് 4 ആൾക്കും വർക്ക് ഉള്ളതുകൊണ്ട് ഒരു 9 ആയപ്പോൾ തന്നെ ഓൾക്ക് പോകേണ്ടി വന്നു.